ഈ ഓണം സീസണിൽ ഫാൻസികളിൽ ഏറ്റവും ഡിമാൻഡുള്ള ട്രഡീഷണൽ ജ്വല്ലറി നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് ഇതിൻ്റെ കവറാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത്. മോൾഡിറ്റിന് ഇതായി കാണുന്ന പോലെ 2 പോർഷൻസാണ് ഉണ്ടാവുക. ഇത് രണ്ടും ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ മെറ്റീരിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ടാൽക്കം പൗഡർ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് പൗഡർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു വരുന്ന ഫോമിൽ അത് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ഹാർഡ് ആയി കഴിഞ്ഞാലാണ് നമുക്കത് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഷേപ്പ് മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ ഐറ്റംസിൽ വരുന്ന മാങ്ങാമാലയുടെ ഒരു വെറൈറ്റിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മോൾഡിറ്റിനെ മാങ്ങയുടെ ഷേപ്പിലൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. ഇതിനെ നമ്മളിനി ഇതുപോലെ മാങ്ങ ഷേപ്പിലേക്ക് മോൾഡ് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സർഫസും ഈ സൈഡും ഒക്കെ ഒന്ന് സ്മൂത്തായി പോളിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് അതങ്ങനെ നമുക്ക് പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇതൊരു ഷേപ്പിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന ആ പോർഷനാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മോൾഡിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇത് നമ്മുടെ മാങ്ങയുടെ മുകളിലത്തെ പോർഷനിലേക്ക് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിലാണ് നമ്മളിനി ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാങ്ങ എടുത്തിട്ട് ഈ സാധനം ഇതിന് മുകളിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫുള്ളി ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി സെറ്റായിട്ടിരുന്നോളൂ. അതേപോലെ തന്നെ ഇതിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹോള് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷോ അതുപോലെ എന്തെങ്കിലും ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഈ മുകൾ ഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതിലൂടെയാണ് നമ്മൾ ഗിയർ വയർ ഇട്ടിട്ട് ഇത് ഹാങ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോള്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെ അത് ഹോൾ ഇട്ട് കൊടുക്കണം. ഈ മാങ്ങ ശരിക്കും ഇടത്തേക്കും വലത്തേക്കുമായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഷേപ്പിലാണ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ ഇടത്തേക്കും വലത്തേക്കുമായിട്ടുള്ളത് നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 6 ചെയ്തെടുത്തിട്ടുണ്ട്. 6 ചെയ്തിട്ട് ഇതിനെ ഞാൻ ഗോൾഡൻ അക്രിലിക് കളറിൽ ഡിപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന പോർഷൻ. അതായത് നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ച് അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടുന്നത് ആ പെയിൻറ്റിൻ്റെ കുപ്പിയിലേക്ക് തന്നെ അത് ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഫുൾ കവർ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. അതായത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ ഗ്രീൻ കളറിൽ വരുന്ന ഭാഗമാണ് നമ്മളിനി ചെയ്യുന്നത്. അത് ഞാൻ ബ്രഷ് വെച്ച് തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഫുൾ കവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഗോൾഡനിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു മാങ്ങയുടെ ഷേപ്പിൽ സെൻറ്റർ പോർഷനിൽ മാത്രം വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കളർ ചെയ്ത് അടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ എല്ലാ മാങ്ങയിലും നമ്മൾ ചെയ്തെടുക്കണം. 2 സൈഡിലേക്കും തിരിഞ്ഞിരിക്കുന്ന എല്ലാ മാങ്ങകളിലും തന്നെ ഈ ഗ്രീൻ കളറും കൊടുത്ത് നമ്മളിതുപോലെ ഫുള്ള് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം. ഇപ്പോഴാണ് ഇതൊരു കറക്റ്റ് ഒരു മാങ്ങയുടെ ഷേപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു റൂബിയുടെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ പിങ്ക് കളർ വെച്ചിട്ട് ബ്രഷ് വെച്ച് ഒരു ഡോട്ടായിട്ട് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗിയർ വയറും ഇതുപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സുമാണ് ആവശ്യം. മാങ്ങയെല്ലാം ഞാനിപ്പോൾ തിരിച്ച് വെച്ചിരിക്കുകയാണ്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത്. ഇനി നമുക്കൊരു ഗിയർ വയർ എടുത്തിട്ട് ഇതിലേക്ക് ഇത് കുരുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഗിയർ ലോക്കും കൂടി ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു ഇൻവിസിബിൾ ടൈപ്പ് മാലയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ മാങ്ങയൊക്കെ തരം തിരിച്ച് ലെഫ്റ്റ് റൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ വയർ എടുക്കുന്നു. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു കട്ടിംഗ് സ്പ്രിങ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മാലയുടെ കൊളുത്ത് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മളൊരു കട്ടിംഗ് സ്പ്രിങ് എടുത്ത് ഈ ഗിയർ വയറിലൂടെ കടത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ഗിയർ ലോക്ക് എടുത്തിട്ട് ഈ കട്ടിംഗ് സ്പ്രിങ്ങും നമ്മുടെ ഗിയർ വയറും കൂടി ചേർത്ത് അവിടെ ലോക്ക് ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ മാലയുടെ കൊളുത്ത് വരാൻ പോകുന്ന ഭാഗം. അവിടെ നമ്മളങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റമായ മാങ്ങ ഇതിലേക്ക് കൊടുത്തു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുന്നു. ആ ഗിയർ ലോക്ക് കൃത്യമായൊരു സ്പേസ് എടുത്തിട്ട് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് മൂവ് ചെയ്ത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 6 സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അവിടെ അത് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ഗോൾഡൻ ബീഡാണ്. ഞാൻ നേരത്തെ കാണിച്ച 2 ഗോൾഡൻ ബീഡ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടാണ് നമ്മൾ മാങ്ങ അതിൽ ഇടാൻ പോകുന്നത്. ഇപ്പം നമ്മളിടുന്ന റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മാങ്ങയാണ്.
ആദ്യം റൈറ്റിലേക്ക് പിന്നെ ലെഫ്റ്റിലേക്ക് അങ്ങനെ കഴുത്തിൽ കിടക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മാങ്ങ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 2 ഗോൾഡൻ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാലയുടെ ലെങ്ത് അനുസരിച്ച് കൃത്യമായ ഗ്യാപ്പിൽ ഈ സെയിം ഓർഡറിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതായത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുന്നു, 2 ഗോൾഡൻ ബീഡ്, അതിനുശേഷം മാങ്ങ, വീണ്ടും 2 ഗോൾഡൻ ബീഡ്, അതിനുശേഷം വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് അത് അവിടെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ മൂവ് ചെയ്ത് മറ്റേതിലിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫിക്സ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഫുള്ളായിട്ടാണ് ഈ മാല കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മാല ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ എൻഡിലും കട്ടിങ് സ്പ്രിങ്ങും ഗിയർ ലോക്കും ഇട്ടിട്ട് നമുക്കത് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് പിന്നെ വേണമെങ്കിൽ ബാക്ക് ചെയിൻ അല്ലെങ്കിൽ ബാക്ക് ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ചെയിൻ ആയിരിക്കും ഇതിന് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ബാക്ക് ത്രെഡാണുള്ളത്, അതുകൊണ്ട് ഞാൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് ലോക്ക് ചെയ്ത് നമുക്കതിലും കൂടി ഇട്ട് കൊടുത്താൽ മാല കംപ്ലീറ്റ് ആവും.